ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിലുള്ള വാൾസിംഗാം എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം ഒരു 40 മിനിറ്റ് കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ വാൾസിംഗം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. നമ്മൾ പോകുന്ന വഴികളെല്ലാം വളരെ ഭംഗിയുള്ളതാണ്. പാടവും മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ലേഡി ഓഫ് വാൾസിംഗം എന്നാണ് ഇവിടുത്തെ മാതാവിന് പറയുന്നത്. ഇവിടെ 1061 ഒരു വിധവയായ ഒരു ലേഡിക്ക്, റിച്ചൽഡിസ് ടി ഫാവർഷസ് എന്ന് പറയുന്ന ഒരു ലേഡിക്ക് മരിയൻ ദർശനമുണ്ടായതാണ്. അപ്പോൾ നമ്മളൊരു കുർബാന കൂടാനായിട്ട് അവിടെ വന്നതാണ്. ഇപ്പം നിങ്ങളിവിടെ ചെയർ കിടക്കുന്നത് കണ്ടില്ലേ? ആ ചെയർ ഔട്ട്ഡോർ മാസ് നടത്തുമ്പോഴാണ്, അതായത് ഒത്തിരി ജനങ്ങളുള്ളപ്പം ഔട്ട്ഡോറിലാണ് മാസ് നടത്തുന്നത്. ഇവിടെ 2 പള്ളിയുണ്ട്. ഒന്ന് സ്ലിപ്പർ ചർച്ചുമുണ്ട്, സ്ലിപ്പർ ചാപ്പലുമുണ്ട്, ഒന്ന് മെയിൻ വലിയ പള്ളിയുമുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുർബാന നടത്തുന്നത് സ്ലിപ്പർ ചാപ്പലിലാണ്. സ്ലിപ്പർ ചാപ്പൽ ഒരു ചെറിയ ചാപ്പലാണ്. അവിടെ ഒരു 20-25 പേർക്ക് ഇരിക്കാനുള്ള ഇടയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ബിഷപ്പിൻ്റെ ഒരു കുർബാന അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കൂടാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ മെയിൻ പള്ളിയുടെ ഒരു കോർണറിലായിട്ടാണ് ഈ സ്ലിപ്പർ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ലിപ്പർ ചാപ്പലിൻ്റെ അൾത്താരയും മാതാവിൻ്റെ ഗ്രോട്ടോയും. ചെറിയൊരു ചാപ്പലാണത്. കണ്ടോ, ഇതാണ് മാതാവിൻ്റെ ഗ്രോട്ടോ അവിടെയുള്ളത്. അപ്പോൾ ഞങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ പള്ളിയിലേക്കും കൂടെ പോയായിരുന്നു. അപ്പം മെയിൻ പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ അടുത്ത് തന്നെയാണ് മെയിൻ പള്ളി. ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഇല പൊഴിയുന്ന കാലമാണ്, അതുകൊണ്ട് ഇലയെല്ലാം അവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ പെരുന്നാളൊക്കെ നടത്തുമ്പോൾ ഇവിടെയാണ് കുർബാന നടത്തുന്നത്, ഔട്ട്ഡോറായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിക്കുള്ളിലേക്ക് കയറി. ഇവിടെ കുറേ അധികം ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് കുർബാന കൂടാനായിട്ട് സാധിക്കും. ഇവിടെ സാധാരണ സീറോ മലബാർ ലാറ്റിൻ കുർബാനയാണ് നടക്കാറ്. ഈ പള്ളിയുടെ അൾത്താരയുടെ ഗ്ലാസേലാണ് ഇവിടുത്തെ രൂപങ്ങൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ ജനങ്ങളും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇത് ഈശോയുടെ വലിയൊരു രൂപമാണ്. ഇവിടെ ഇരുന്നും ജനങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, തിരിയൊക്കെ കത്തിക്കാറുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ആ പോകുന്ന വഴിയിൽ കുറച്ച് ബേർഡ്സ് ഓടുന്ന കണ്ടോ? ഇത് ഫെസൻ്റ് എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ഇത് കിട്ടിയാൽ കഴിക്കാൻ നല്ലൊരു ബേർഡാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ഓടിപ്പോകും. നമ്മൾ ആ കാർ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ഓടിപ്പോകുന്നത് കണ്ടോ? അതിനെ കിട്ടത്തില്ല. പക്ഷേ അത് എല്ലാവരും പറയുന്നുണ്ട് അത് കഴിക്കാൻ നല്ല ബേർഡാണെന്ന്. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. താങ്ക് യു.